ഇറാന് അതേ നാണയത്തിൽ തന്നെ അമേരിക്ക തിരിച്ചടി കൊടുത്തല്ലോ. അപ്പോൾ ചർച്ചയൊക്കെ അലസിയല്ലേ? അതെ, ഇപ്പോൾ 22-ാം തീയതി വെടിനിർത്തൽ തീരുകയാണ്. ഏകപക്ഷീയമായി അമേരിക്ക പ്രഖ്യാപിച്ച വെടിനിർത്തലാണ് 22-ാം തീയതി വരെ. ആ വെടിനിർത്തൽ തീരുന്നതിന് തൊട്ട് മുമ്പ് വളരെ നാടകീയമായ സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നു. JD വാൻസിനെയും പിന്നെ തൻ്റെ മരുമകനും അടങ്ങുന്ന സംഘത്തെ ഉം. വീണ്ടും ഇസ്ലാമാബാദിലേക്ക് അയക്കാൻ നിൽക്കുകയായിരുന്നു ട്രംപ്. പക്ഷേ ഇറാൻ പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ ഇനി പാകിസ്ഥാനിലേക്ക് വരുന്നില്ല, ചർച്ചയ്ക്കില്ല എന്ന് പറയാൻ കാരണം പ്രജിത പറഞ്ഞതുപോലെ ഇറാൻ കൊടുത്തത് ഇപ്പോൾ ഇറാൻ കൊയ്യുകയാണ്. ഇറാൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഹോർമുസ് കടലിടുക്ക് വഴി പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ കപ്പലുകളെയും ഇറാൻ ആക്രമിക്കും. ഇപ്പോൾ ഇന്ത്യക്ക് ഒരളവുണ്ടായിരുന്നു, ഇന്ത്യൻ കപ്പലുകളെയും ഇറാൻ്റെ ഗൺ ബോട്ടുകൾ കഴിഞ്ഞ ദിവസം ആക്രമിച്ചു. അതോടുകൂടി വലിയ സംഘർഷം ഉണ്ടായിരിക്കുന്നു. എന്താണ് ഇനി ഹോർമുസ് കടലിലൂടെ പോകുന്ന കപ്പലുകളുടെ ഭാവി എന്താണെന്നുള്ള ആശങ്ക നിൽക്കെ അമേരിക്ക ഒരു കാര്യം ചെയ്തു, ഇനി ഒരൊറ്റ കപ്പലും ഹോർമുസിലൂടെ പോകണ്ട, ഇറാൻ്റെയും പോകണ്ട എന്ന് തീരുമാനിച്ചു. അത് ഇറാന് വലിയ തിരിച്ചടിയാണ്. കാരണം ഇപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇറാനിലേക്ക് കപ്പലുകൾ വരുന്നുണ്ട്. ഇറാന് ഈ യുദ്ധത്തിന് ആവശ്യമായ ആയുധങ്ങളും അസംസ്കൃത വസ്തുക്കളും എത്തുന്നതും കടലിലൂടെയാണ്. അങ്ങനെ ഹോർമുസ് കടലിടുക്ക് കടന്ന് ഇറാനിലേക്ക് വരുന്ന കപ്പലുകളുണ്ട്. ഈ കപ്പലുകൾ ഇനി പോകണ്ട എന്ന് അമേരിക്ക തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇറാൻ്റെ ഒരു കപ്പൽ, ഇറാൻ്റെ ഫ്ലാഗുള്ള തൗസ്ക എന്ന് പറയുന്ന ഒരു കപ്പൽ ഹോർമുസിലേക്ക് കയറി വന്നത്. അപ്പോൾ അവിടെ ഹോർമുസിന് അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് വശങ്ങളിലുമായിട്ട് ഇന്ത്യയുടെ കപ്പലുകളുണ്ട്, അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളുണ്ട്. അമേരിക്കൻ യുദ്ധക്കപ്പലായ USS ഡിസ്ട്രോയർ കപ്പലാണ് USS സ്പുറാൻസ് എന്ന് പറയുന്ന കപ്പൽ ഈ തൗസ്കയ്ക്ക് വാണിംഗ് കൊടുത്തു, നിങ്ങൾ ഹോർമുസിൽ കയറരുത്. അപ്പോൾ ഇറാൻ പറയുന്നത് ഹോർമുസിൻ്റെ നിയന്ത്രണം ഞങ്ങൾ ഏറ്റെടുത്തു, ഹോർമുസ് കടലിടുക്ക് ഇറാൻ്റെ ഒന്നും അല്ല, അത് അന്താരാഷ്ട്ര കപ്പൽപാതയാണ്. അവിടെ ഇവരുടെ ഒരു കൈക്കരുത്ത് കാണിച്ചുകൊണ്ട് തങ്ങളുടെ തീരത്തിനടുത്തുകൂടി പോകുന്നത് കൊണ്ട് ഇവർ കൈക്കരുത്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇറാൻ. അപ്പോൾ അവിടേക്ക് ലോകത്തെ മറ്റ് രാജ്യങ്ങളിലെ കപ്പലുകളെ വിലക്കുകയും കടലിൽ മൈനുകൾ വാരി വിതറുകയും ചെയ്തിട്ടുള്ള ഇറാൻ്റെ കപ്പൽ അങ്ങോട്ട് വന്നപ്പോൾ അമേരിക്ക പറഞ്ഞു പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇവർക്ക് വയർലെസ് മെസ്സേജ് കൊടുത്തു. പക്ഷേ IRGCയുടെ നിർദ്ദേശം കപ്പലിലേക്ക് തൗസ്കയ്ക്ക് പോയി, നിങ്ങൾ അമേരിക്ക പറയുന്നത് കേൾക്കണ്ട, നിങ്ങൾ മുന്നോട്ട് തന്നെ പോവുക എന്ന് പറഞ്ഞു. അങ്ങനെ ഈ തൗസ്ക എന്ന് പറയുന്ന ഇറാനിയൻ ഫ്ലാഗുള്ള കപ്പൽ ഹോർമുസിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പ് അമേരിക്കൻ യുദ്ധക്കപ്പൽ അതിനെ വളയുകയും കീഴടങ്ങാൻ ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ അവർക്ക് അപ്പോഴും കിട്ടിയ നിർദ്ദേശം IRGCയുടെ ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സിൻ്റെ നിർദ്ദേശം മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പോൾ അമേരിക്ക സ്വാഭാവികമായും ഫയർ ചെയ്ത് അതിൻ്റെ എൻജിൻ റൂം തകർത്തു എന്നാണ് പറയുന്നത്. എൻജിൻ റൂമിൽ തകർത്തിട്ട് അമേരിക്കയുടെ 31st മറീൻ കമാൻഡോ സംഘം കപ്പലിലിറങ്ങി മുഴുവൻ ജീവനക്കാരെയും പിടികൂടി കപ്പൽ പിടിച്ചെടുത്തു. അമേരിക്ക ഇപ്പോൾ പറയുന്നത്, പരിശോധിക്കുമ്പോൾ അതിനകത്തുണ്ടായിരുന്നത് ഇറാന് വേണ്ടിയിട്ട് ഈ ഇസ്രായേലിലേക്കും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്കും അയച്ചുകൊണ്ടിരിക്കുന്ന മാരകമായ മിസൈലുകൾ നിർമ്മിക്കാനുള്ള അസംസ്കൃത വസ്തുക്കളായിരുന്നു ഈ കപ്പലിലുണ്ടായിരുന്നത്. ഈ തൗസ്ക എന്ന് പറയുന്ന കപ്പൽ പണ്ടേ അമേരിക്കയുടെ നോട്ടപ്പുള്ളിയായിരുന്നു. കാരണം ഇറാന് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അങ്ങനെ സാങ്ഷൻ ഉപരോധം നിലനിൽക്കുന്ന സമയത്ത് തന്നെ അമേരിക്കയുടെ കണ്ണു വെട്ടിച്ച് മറ്റു പല രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയുടെ ഉപരോധത്തെ മറികടന്ന് സാധനങ്ങൾ ഇറാനിലേക്ക് കൊണ്ടുവരാൻ ഇറാൻ ഉപയോഗിച്ചിരുന്ന കപ്പലാണ് ഈ തൗസ്ക. അതുകൊണ്ട് തന്നെ അമേരിക്കൻ സൈന്യത്തിൻ്റെ കണ്ണിലെ ഒരു നോട്ടപ്പുള്ളിയായിരുന്നു തൗസ്ക. അപ്പോൾ സംഘർഷം ഇങ്ങനെ ഉണ്ടായി. അതിനുശേഷം ഈ തൗസ്ക ഹോർമുസ് കടലെടുക്ക് കടക്കാൻ ശ്രമിച്ചപ്പോൾ ഈ തൗസ്കയെ പിടികൂടുക എന്നുള്ളത് അമേരിക്കയുടെ ഒരു പണ്ട് മുതലേ ഉള്ളൊരു വാശിയായിരുന്നു. അങ്ങനെ തൗസ്കയെ പിടികൂടി തൗസ്കയിലെ സ്റ്റാഫ് ഉൾപ്പെടെ നാവികർ ഉൾപ്പെടെയുള്ള ആളുകളെ അമേരിക്കൻ മറീനറുകൾ കസ്റ്റഡിയിലെടുത്തു. അങ്ങനെ അപ്പോൾ നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞു, ഇന്ത്യയുടെ കപ്പലുകൾക്ക് നേരെ വെടിവെക്കുമ്പോൾ ഇന്ത്യൻ ഫ്ലാഗുള്ള കപ്പലുകളാണ്. അപ്പോൾ ഈ കപ്പലുകൾ കൊടി ഉയർത്തിയാൽ ഏത് രാജ്യത്തിൻ്റെ കൊടിയാണോ അത് ആ കപ്പൽ ആ രാജ്യത്തിൻ്റെ ഭാഗമെന്നാണ് കരുതുന്നത്. അവിടുത്തെ കപ്പലിൻ്റെ നിയമം ബാധകമായിരിക്കുന്ന ഏത് ഫ്ലാഗാണോ ആ ഫ്ലാഗുള്ള രാജ്യത്തെ നിയമമായിരിക്കും കപ്പലിന് ബാധകം. ഇൻ്റർനാഷണൽ വാട്ടേഴ്സിൽ സഞ്ചരിക്കുമ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഈ ഇറാൻ്റെ ഫ്ലാഗുള്ള കൊടിയാകുമ്പോൾ അത് ഇറാൻ്റെ നിയമപരമായ ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ ഇറാൻ്റെ സോവർണിറ്റിയുടെ ഭാഗമായിട്ടാണ് ഇറാൻ എല്ലാവരും കാണുന്നത്. അത് അമേരിക്ക പിടിച്ചെടുത്താൽ അവരുടെ പരമാധികാരത്തിന് മേലുള്ള ഒരു കടന്നാക്രമണം എന്നായിട്ട് കരുതും. കഴിഞ്ഞ ദിവസം സമാന്തരമായ മറ്റൊരു സംഭവം ഉണ്ടായിരുന്നു. ഒരു ചൈനീസ് കപ്പൽ ഈ പറഞ്ഞതുപോലെ ഹോർമുസ് കടക്കാൻ വന്നു. അമേരിക്ക ഹോർമുസ് വഴി ആരെയും വിടില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ചൈനീസ് കപ്പൽ വന്നപ്പോൾ നമ്മുടെ നാട്ടിലെ സംഘിവിരുദ്ധരായിട്ടുള്ള ആളുകളുണ്ടല്ലോ, സുഡാപ്പികളും ഈ
കമ്മ്യൂണിസ്റ്റുകളും കമ്മ്യൂണും എല്ലാം കൈയടിച്ചു. കണ്ടില്ലേടാ, ചൈന വരുന്നുണ്ട്, അമേരിക്ക വേണ്ട എന്ന് പറഞ്ഞാലും ഹോർമുസ് കടന്നു പോകും. ഇറാനുമായിട്ട് വലിയ സൗഹൃദമുള്ള രാജ്യമാണ് ചൈന. അമേരിക്കയുടെ പിപ്പലാട്ടമൊന്നും നടക്കത്തില്ല. കണ്ടോ, ചുവന്ന കൊടിയും വെച്ചിട്ട് ചൈനീസ് കപ്പൽ ഇപ്പോൾ കയറി വരും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മലയാളത്തിലുമൊക്കെ കുറേ ആളുകൾ തുള്ളിച്ചാടുന്നുണ്ടായിരുന്നു. പക്ഷേ ഹോർമുസിൻ്റെ അടുത്തെത്തിയപ്പോൾ അമേരിക്കൻ നാവികസേന വാണിംഗ് കൊടുത്തു, നിങ്ങൾ ഹോർമുസ് കടക്കരുത്, കടന്നാൽ ഞങ്ങൾ പ്രതിരോധിക്കും എന്നുള്ള സിഗ്നൽ കിട്ടിയപ്പോൾ ചൈനീസ് കപ്പൽ വന്ന പോലെ യൂട്ടേൺ അടിച്ച് തിരിച്ചു പോയിരുന്നു. അപ്പോൾ അതിനിടയ്ക്കാണ് അങ്ങനെയാണ് ഹോർമുസിലേക്ക് ഇറാൻ്റെ കപ്പൽ വന്നപ്പോഴും അമേരിക്ക വാൺ ചെയ്തു. പക്ഷേ അവർ തിരിച്ചു പോകാൻ തയ്യാറായില്ല. ഇറാൻ്റെ നിർദ്ദേശപ്രകാരം അങ്ങോട്ട് കടന്നുപോയി. അതിനെ ഇപ്പോൾ അമേരിക്ക പിടിച്ചെടുത്തു. ഇപ്പോൾ ഇതൊരു കാരണമാക്കിയിരിക്കുകയാണ് ഇറാൻ. ഇത് കാരണമാക്കി ഇരിക്കുക എന്ന് പറഞ്ഞാൽ ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇനി ചൊവ്വാഴ്ച അവിടെ ചർച്ചയൊക്കെ നടക്കുമ്പോൾ, ചൊവ്വാഴ്ച വെടിനിർത്തൽ തീരുകയാണ്, ചൊവ്വാഴ്ച നടക്കുമ്പോൾ ഡീൽ ഒപ്പിടാൻ പറ്റിയാൽ ഞാൻ തന്നെ ഇസ്ലാമാബാദിലേക്ക് പോകും, ഞാൻ തന്നെ പോയിട്ട് കൃത്യമായി കരാറിൽ ഏർപ്പെടും എന്നൊക്കെ പറഞ്ഞ് ട്രംപിൻ്റെ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. അതിന് മുന്നോടിയായിട്ട് മരുമകനെയും കുഷ്ണറേയും പിന്നെ JD വാൻസിനെയും വീണ്ടും അയക്കാനായിട്ട് വണ്ടിയൊക്കെ പിടിച്ച് റെഡിയാക്കി ഇട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇറാൻ പറയുന്നത് നിങ്ങൾ ഞങ്ങളുടെ കപ്പൽ പിടിച്ചില്ലേ, അതുകൊണ്ട് ചർച്ചയ്ക്ക് ഞങ്ങളില്ല. അങ്ങനെ ചർച്ച അവസാനിച്ചിരിക്കുന്നു. ചർച്ചയ്ക്കുള്ള സാധ്യത, രണ്ടാം ഘട്ട ചർച്ച ഇനി നടക്കുന്നില്ല എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിയുമ്പോഴത്തേക്ക് ഇനിയുള്ളത് ഒറ്റ ദിവസം കൂടി ഉള്ളൂ വെടിനിർത്തൽ തീരാൻ. വെടിനിർത്തൽ തീർന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വീണ്ടും ആക്രമണം ആരംഭിക്കാനാണ് സാധ്യത. ട്രംപ് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഒരിക്കലും മറക്കാനാവാത്ത മറുപടി ഇറാന് കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇതുപോലെ ഇറാൻ്റെ ഭരണ നേതൃത്വം പറഞ്ഞൊരു കാര്യമാണ്, അബ്ബാസ് അരാഗച്ചി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു ട്രംപ് 1 മണിക്കൂറിൽ 7 കള്ളങ്ങൾ പറഞ്ഞതെല്ലാം കള്ളം. ഞങ്ങൾ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഡസ്റ്റ് അമേരിക്കയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു, ഇനി ഒരിക്കലും ആണവായുധം ഉണ്ടാക്കത്തില്ല എന്ന് സമ്മതിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ 7 കാര്യങ്ങളും കള്ളമാണ്. 1 മണിക്കൂറിനുള്ളിൽ ഒരു രാഷ്ട്രത്തലവന്, ഒരു ദിവസം പോലും അല്ല, 1 മണിക്കൂർ കൊണ്ട് 7 പച്ച നുണകൾ പറഞ്ഞിരിക്കുന്നു. ഇതെല്ലാം ട്രംപിൻ്റെ ഭാവനാവിലാസങ്ങളാണ്. ഞങ്ങൾ കീഴടങ്ങാൻ തയ്യാറല്ല, ഞങ്ങൾ ഈ ഒരു കണ്ടീഷനും സംഭവിച്ചിട്ടില്ല. ഞങ്ങളുടെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആണവായുധം ഉണ്ടാക്കാൻ പറ്റണം, ഞങ്ങൾ യുറേനിയം സമ്പുഷ്ടീകരണം തുടരും, ഞങ്ങളെ ഇനി ആക്രമിക്കരുത്, മിഡിൽ ഈസ്റ്റ് മേഖലയിൽ നിന്ന് അമേരിക്കൻ സൈന്യത്തെ പിൻവലിക്കണം, ഗൾഫ് മേഖലയിൽ നിന്ന് തുടങ്ങിയ ഒരു 10 ആവശ്യങ്ങളാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അത് അംഗീകരിക്കാതെ അമേരിക്ക പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് ഇറാൻ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ യുദ്ധത്തെ സംബന്ധിച്ചിടത്തോളം യുദ്ധം ഇനി ഒരു പക്ഷേ അതിൻ്റെ ഒരു അവസാന ഘട്ടമായിരിക്കാം, അല്ലെങ്കിൽ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, ആ സുഹൃത്ത് ഇറാനിലെ ഉദ്യോഗസ്ഥനാണ്, അദ്ദേഹം ഇപ്പോൾ US-ലാണ്. അദ്ദേഹത്തോട് സംസാരിച്ചപ്പോൾ, ടെലിഫോണിൽ സംസാരിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞു ഇറാനിലെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇറാനിലെ അവസ്ഥ എനിക്ക് കിട്ടുന്ന വെച്ച് വളരെ പരിതാപകരമാണ്. വളരെ പരിതാപകരം എന്ന് വെച്ചാൽ ഇറാനിലെ മിക്കവാറും എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും തകർന്നു, കെട്ടിടങ്ങളൊക്കെ തകർന്ന് മണ്ണോട് മണ്ണായി കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ പറയുന്നു ഇറാൻ ഇങ്ങനെ കുറേ മിസൈലുകൾ വിടുന്നു എന്നതല്ലാതെ 3000-ലേറെ ബോംബാക്രമണങ്ങൾ, വ്യോമാക്രമണങ്ങൾ ഈ പറഞ്ഞതുപോലെ അമേരിക്കയും ഇസ്രയേലും ചേർത്ത് ഇറാനിൽ നടത്തി കഴിഞ്ഞു. ഒരു വിമാനങ്ങൾ പറന്നു വന്ന് 3000-ലേറെ സ്ഥലങ്ങളിൽ ബോംബിടുക എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഇറാൻ ഒരു വലിയ രാജ്യമാണ്, പക്ഷേ വലിയ രാജ്യം ഒരുപാട് മരുഭൂമിയൊക്കെ ഉണ്ട്. പക്ഷേ ജനവാസ കേന്ദ്രങ്ങളിലും സിവിലിയൻ മേഖലകളിലും സൈനിക കേന്ദ്രങ്ങളിലും മിലിറ്ററി കേന്ദ്രങ്ങളിലും ഒക്കെയാണ്, ആണവ കേന്ദ്രങ്ങളിലൊക്കെയാണ് ഈ ആക്രമണം നടക്കുന്നത്. അപ്പോൾ ഇറാനെ സംബന്ധിച്ച് ഇറാൻ ഒരുപാട് നാശനഷ്ടങ്ങൾ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ പറയുന്നത് പോലൊന്നുമല്ല, ഇറാൻ ഈ പറഞ്ഞ പോലെ മിസൈലുകൾ അയച്ച് ഗൾഫ് രാജ്യങ്ങളെയും ഇസ്രായേലിനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിലും ഇറാന് പറ്റിയിരിക്കുന്ന ഡാമേജ് വളരെ വലുതാണ്. നമ്മൾ നോക്കൂ, ഫെബ്രുവരി 28-ന് ആക്രമണം തുടങ്ങി ആദ്യ ദിവസം തന്നെ അവരുടെ നേതാക്കന്മാരെല്ലാം മരിച്ചുപോയി. അങ്ങനെ വല്ലാത്തൊരു ദുരന്തത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ ആശയറ്റവൻ എന്തും ചെയ്യുമെന്ന് പറഞ്ഞ പോലെ ഇറാൻ ഇനി എന്തു ചെയ്യും എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. വെടിനിർത്തൽ അവസാനിക്കുന്നതോടുകൂടി കൂടുതൽ മാരകമായ ഈ ട്രംപിൻ്റെ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നല്ലോ, ഇറാൻ്റെ നാഗരികതയെ, സിവിലൈസേഷനെ വരെ ഞങ്ങൾ നശിപ്പിച്ച് കളയും എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അത് പരക്കെ വിമർശനത്തിന് വിധേയമായി. കാരണം ഇറാൻ അല്ലെങ്കിൽ പേർഷ്യൻ സംസ്കാരം എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് വർഷത്തെ പാരമ്പര്യമുള്ള വലിയ മഹത്തായ ഒരു സംസ്കാരമാണ് ഇറാൻ്റെ സംസ്കാരം. ഇപ്പോൾ അർണബ് ഗോസ്വാമിയുടെ ഒരു പ്രശസ്തമായ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അമേരിക്കൻ സംസ്കാരം എന്ന് പറഞ്ഞാൽ 250 വർഷം പോലും പരക്കമില്ലാത്ത സംസ്കാരമാണ്. അത് കൊള്ളയുടെയാണ്. തദ്ദേശവാസികളായ ആളുകളെ കൊലപ്പെടുത്തിയിട്ടാണ് ഈ വൈറ്റ്സ് അമേരിക്ക പിടിച്ചെടുക്കുന്നത്. അമേരിക്കയ്ക്ക് ഒരു ചരിത്രവും ഇല്ല, സംസ്കാരവും ഇല്ല, ഒന്നുമില്ല. അങ്ങനെ ഒരു രാജ്യം പൗരാണികമായ, ലോകത്തിലെ ഏറ്റവും പൗരാണികമായ ഒരു നാഗരികതയെ ഇല്ലാതാക്കും എന്നൊക്കെ പറയുന്നതിലെ അശ്ലീലം അർണബ് തുറന്നു കാട്ടുന്ന ഒരു വലിയ ചർച്ചയായ ഒരു വീഡിയോ ഉണ്ട്. ഏതായാലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പം
ഈ നേരത്തെ നമ്മൾ പല തവണ പറഞ്ഞതുപോലെ പുലിപ്പുറത്ത് കയറിപ്പോയി ഇനി ഇറങ്ങാനും വയ്യ. ഇനി ഇറാന് ഇപ്പോൾ ഞാൻ അതിനകത്ത് ഒരു ഈ കാവ്യനീതി എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. കാരണം ഒരു കാര്യവും ഇല്ലാതെ നമ്മളവരെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അവർക്ക് മരുന്ന് വരെ കൊടുത്തുകൊണ്ടിരുന്നത് നമ്മളാണ്. നമ്മുടെ കപ്പലുകൾക്ക് നേരെ ഇവർ വന്ന് വെടിവെച്ചു. അപ്പോൾ അതിന് വേറൊരു വെർഷൻ പറയുന്നുണ്ട്. ഈ വെടിവെച്ചത് ഗൺ ബോട്ടുകളിൽ വന്നിട്ട് ആ, കാര്യമായി നമ്മുടെ കപ്പലുകൾക്കൊന്നും പറ്റിയിട്ടില്ല. അതായത് ഞങ്ങൾ ഉപരോധം കർശനമാക്കുകയാണ്, ഇന്ത്യൻ കപ്പലാണെങ്കിൽ പോലും ഞങ്ങൾ സ്ട്രിക്റ്റ് ആക്കുകയാണ് എന്ന് പറയാൻ പ്രതീകാത്മകമായിട്ടുള്ളൊരു ആക്രമണമാണോ ഇറാൻ നടത്തിയത് എന്ന് സംശയിക്കുന്നവരുണ്ട്. നമുക്ക് ആർക്കും പരിക്ക് പറ്റിയിട്ടില്ല, ചരക്കുകൾക്ക് കാര്യമായ കേട് പറ്റിയിട്ടില്ല, നാവികർക്ക് പരിക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ പിന്നെ എന്തിനാണ് ഈ ആക്രമണം നടത്തിയത് എന്നൊരു ചോദ്യമുണ്ട്. അത് ഞങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു വിട്ടുവീഴ്ചയില്ലാതെ സുഹൃത്തോ ശത്രുവോ നോക്കാതെ സമ്പൂർണ്ണമായി ഹോർമസ് സ്ട്രൈറ്റ് അടച്ചു കളയും എന്ന ഒരു 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 ചിത്രം ലോകത്തിന് മുന്നിൽ വെക്കാൻ വേണ്ടിയിട്ടാണോ ഈ ആക്രമണം നടത്തിയത് എന്ന് സംശയിക്കുന്നവരുണ്ട്. ഏതായാലും ഇന്ത്യൻ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയ ഇറാന് നല്ല തിരിച്ചടി കിട്ടി. അവരുടെ ഒരു കപ്പൽ തന്നെ അമേരിക്ക പിടിച്ചെടുക്കുന്ന ഒരു സ്ഥിതി ഹോർമുസിലുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് പുതിയ ഡെവലപ്മെൻറ്റ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതൊരു കാരണമാക്കിക്കൊണ്ട് ചർച്ചയ്ക്ക് ഇനി ഞങ്ങൾ വരുന്നില്ല എന്ന് ഇറാനും പറഞ്ഞിരിക്കുന്നു. ഇനി അമേരിക്കയുടെ മറുപടിയാണ് വരേണ്ടത്. അത് നമുക്ക് കാത്തിരിക്കാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പതിവ് പോലെ നിങ്ങളോട് പറയാനുള്ള നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, അല്ലേ പ്രജിത? അതെ. അതുകൊണ്ടാണ് പ്രജിത ഇങ്ങനെ പടങ്ങിയിരിക്കുന്നത്. പ്രജിത ഇപ്പോൾ ചിരിച്ചു. ഏതായാലും സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് C4N എന്ന് പറയുന്ന പുതിയൊരു ചാനൽ കൂടിയുണ്ട്. പിന്നെ നമ്മുടെ പുണ്യം ബൈ ഇന്ത്യ ലൈവ്. കുറച്ച് ദിവസമായിട്ട് അതിൽ കാര്യമായി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നില്ലായിരുന്നു. ഇന്നു മുതൽ നമ്മുടെ വിദ്യാസാഗർ ഗുരുമൂർത്തി ഉൾപ്പെടെയുള്ള ആളുകൾ വീണ്ടും നമ്മുടെ പുണ്യം ചാനലിൽ സജീവമായി വരുന്നുണ്ട്. പുണ്യം മിസ്സാവാതെ കാണുക. കാണാത്ത ആളുകൾ ഉറപ്പായി പുണ്യം സബ്സ്ക്രൈബ് ചെയ്യുക, C4N സബ്സ്ക്രൈബ് ചെയ്യുക, ഇന്ത്യ ലൈവിന് ഉറപ്പായും ഇന്ത്യ ലൈവും ചെയ്യുക.